ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയ്ക്ക് ഇനി ഒരു ദിവസമേ ബാക്കിയുള്ളൂ. ഞാൻ മണ്ടപ്പുട്ടിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് ആറ്റുകാലമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട നൈവേദ്യമായ പായസം എങ്ങനെയാണ് ശരിയായ രീതിയിൽ തയ്യാറാക്കുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. പലരും പല രീതിയിലും ചെയ്യാറുണ്ട്. പക്ഷേ പഴമക്കാരൊക്കെ അതെങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. പക്ഷേ എനിക്കിന്ന് മൺകലം ഒന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾ പൊങ്കാല ഇടാൻ പോകുമ്പോൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് ആത്മാർത്ഥമായി ഉള്ളൊരുകിയ ഭക്തിയോടെ ഉള്ളൊരുകിയ അമ്മയോടുള്ള വിളിയോടുകൂടി മൺകലങ്ങളിൽ പൊങ്കാല ഇടുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ഞാനിപ്പോൾ നിങ്ങൾക്കൊരു ഡെമോ കാണിക്കുന്നതുകൊണ്ട് എൻ്റെ അടുത്തുള്ള സ്റ്റീൽ കലത്തിലാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യമായിട്ട് കലം അടുപ്പിൽ വെച്ചിട്ട് നമ്മുടെ അരി ആദ്യത്തെ വെള്ളം ഒന്ന് കഴുകി കളഞ്ഞതിന് ശേഷം രണ്ടാമത്തെ വെള്ളം കഴുകി ആ കാടിയാണ് ആ കലത്തിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ നമ്മൾ എന്ത് പ്രാർത്ഥനയാണോ ദേവിയോടുള്ളത് ആ പ്രാർത്ഥന മനസ്സിൽ പറഞ്ഞുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ആ അരി 3 പ്രാവശ്യം കലം ചുറ്റി കലത്തിലോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ 3 പ്രാവശ്യം നമ്മൾ ഓരോ കയ്യിൽ അരി എടുത്ത് കലത്തിനെ ഒരു ചുറ്റി കലത്തിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആ അരി തിളച്ച് മൺകലങ്ങളിൽ ആ പൊങ്കാല തൂവുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. ഞാനിപ്പോൾ സ്റ്റീൽ കലത്തിൽ അടുപ്പിലാണ് വെച്ചിരിക്കുന്നത്. മൺകലത്തിലാണെങ്കിൽ ചൂട് കിട്ടുമ്പം തന്നെ പെട്ടെന്ന് തൂവി വീഴും. ഇതും തൂവിയിട്ടുണ്ട്. നന്നായിട്ട് തൂവിയതിന് ശേഷം നമ്മളതൊന്ന് ഇളക്കി കൊടുക്കുക, തവിയിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് ശർക്കരയാണ് കണക്ക്. ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ കേട്ടോ, മധുരം കുറവ് മതി എന്ന് വിചാരിച്ചിട്ട്. ഇനി ഒരല്പം ഒരു ടേബിൾ സ്പൂണൊക്കെ നെയ്യ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നാളികേരം ചിരകിയത് ഇട്ട് കൊടുക്കുക. അത് നമ്മുടെ ഇഷ്ടമാണ്, എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി ഒരു അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ കുറച്ചിട്ട് കൊടുക്കുക. അല്പം ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം ചെറുപഴം, ഏതെങ്കിലും ചെറുപഴം, പാളയംകുടം പഴമാണെങ്കിൽ വളരെ നല്ലതാണ്, കട്ട് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇളക്കി മൂടി വയ്ക്കുക. ഇതാണ് നമ്മുടെ ആറ്റുകാലമ്മയുടെ പൊങ്കാല. പിന്നെ ഈ പറഞ്ഞ അളവുകളിലൊന്നും കാര്യമില്ല. നമ്മുടെ മനസ്സിലുള്ള ഭക്തിയിലും ആ സ്നേഹത്തിലും മാത്രമാണ് കാര്യമായിട്ടുള്ളത്. മനസ്സ് നിറഞ്ഞ പരിശുദ്ധതയോടുകൂടി നിങ്ങൾ ഏതളവിൽ പൊങ്കാല ഇട്ടാലും അമ്മ സ്വീകരിക്കും. അപ്പം എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം പൊങ്കാല ഇടാൻ പോകുമ്പോൾ ആത്മാർത്ഥമായ വിളിയോടുകൂടി പോയി പൊങ്കാലയിട്ട് സായുജ്യമടഞ്ഞ് തിരികെ വരിക. പിന്നെ നിങ്ങൾക്ക് പൊങ്കാല ഇടാനായിട്ട് എൻ്റെ വീഡിയോ അല്പമെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഹാവ് എ ഗുഡ് ഡേ. ബൈ.